Dear students, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഇലക്ട്രോണിക് വേസ്റ്റ് ആൻഡ് ഇറ്റ്സ് ഡിസ്പോസൽ. ഇലക്ട്രോണിക് വേസ്റ്റിൻ്റെ മറ്റൊരു പേരാണ് ഇ വേസ്റ്റ്. ഇലക്ട്രോണിക് വേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഉപയോഗമില്ലാത്ത, നമ്മൾ ഉപേക്ഷിക്കുന്ന ഇലക്ട്രിസിറ്റി കൊണ്ട് പ്രവർത്തിക്കുന്ന ഇലക്ട്രോണിക് ഉപകരണങ്ങൾ. അപ്പം നമുക്ക് ഉപയോഗമില്ലാത്ത കേടായ കമ്പ്യൂട്ടർ, ഫാക്സ് മെഷീൻസ്, പ്രിൻറ്റേഴ്സ്, എയർ കണ്ടീഷണേഴ്സ്, ദെൻ ടെലിവിഷൻ, മൊബൈൽ ഫോൺസ്, ഫ്രിഡ്ജസ്, LCDs, ഇതെല്ലാം ഈ ഇലക്ട്രോണിക് വേസ്റ്റ് കാറ്റഗറിയിൽ വരുന്നു. അപ്പം ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രോണിക് ഇൻഡസ്ട്രി റാപ്പിഡായിട്ട് വളരുന്നതിൻ്റെ ഭാഗമായിട്ട് ഒത്തിരി ഇന്നൊവേഷൻസ് പുതിയതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ന്യൂവർ ഇലക്ട്രോണിക് അപ്ലയൻസസും ദിനം പ്രതി മാർക്കറ്റിലെത്തുന്നു. അപ്പം ഒരു കൺസ്യൂമറിസം കൂടുതൽ ഇഷ്ടപ്പെടുന്ന നമ്മൾ ഈ ഓൾഡർ വെർഷൻ ആയിട്ടുള്ള നമ്മുടെ കയ്യിലിരിക്കുന്ന അപ്ലയൻസിനെ ഉപേക്ഷിച്ചിട്ട് ന്യൂ വെർഷൻ, അപ്ഗ്രേഡഡ് ആയിട്ടുള്ള ന്യൂ വെർഷൻ സെലക്ട് ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ഈ ഓൾഡർ വെർഷൻസ് ഓഫ് ഇലക്ട്രോണിക് അപ്ലയൻസസ് അവ എന്ത് ചെയ്യുന്നു, ഡംപ് ആവുന്നു, ബൾക്കായിട്ട് അവ കുന്നുകൂടുന്നു. അതിനെയാണ് നമ്മൾ ഈ വേസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലെ കുറച്ച് അപ്ലയൻസസ് മാത്രമേ നമ്മൾ റീസോൾഡ് ചെയ്യുന്നുള്ളൂ, വിൽക്കുന്നുള്ളൂ, അല്ലെങ്കിൽ റീയൂസ് ചെയ്യപ്പെടുന്നുള്ളൂ, അല്ലെങ്കിൽ റീസൈക്കിൾ ചെയ്യപ്പെടുന്നുള്ളൂ. ഏറിയ പങ്കും ഇലക്ട്രോണിക് ഉപകരണങ്ങളും ഈ വേസ്റ്റ് ആയിട്ട് തന്നെ ഡംപ് ചെയ്യപ്പെടുന്നു. അപ്പോൾ ഇലക്ട്രോണിക് വേസ്റ്റ് ഓർ ഇ വേസ്റ്റ്, ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഡിസ്ക്രൈബ് ഓൾഡ് ഡിസ്കാർഡഡ് അപ്ലയൻസസ് ദാറ്റ് യൂസസ് ഇലക്ട്രിസിറ്റി ആൻഡ് ഇറ്റ് ഇൻക്ലൂഡ് unused computers, fax machines, printers, consumer electronics, mobile phones, radio, television, air conditioners, fridges and LCDs. And only a small part of this discarded electronic waste are resold, reused and recycled. നെക്സ്റ്റ് ഈസ് പ്രോബ്ലംസ് വിത്ത് ഇ-വേസ്റ്റ് ഡിസ്പോസൽ. ഇ-വേസ്റ്റ് ഡിസ്പോസലുമായിട്ട് ബന്ധപ്പെട്ടുള്ള മേജർ ത്രെറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മളിപ്പം നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് അൺസയൻറ്റിഫിക് ആയിട്ടാണ് നമ്മൾ ഈ ഇലക്ട്രോണിക് വേസ്റ്റുകളെ ഡിസ്പോസ് ചെയ്യുന്നതെങ്കിൽ അത് ഹെൽത്ത് ആൻഡ് പൊല്യൂഷൻ പ്രോബ്ലംസിന് കാരണമാകുന്നു. അപ്പം നമ്മൾ ഈ വേസ്റ്റ് സാധാരണഗതിയിൽ ഡിസ്പോസ് ചെയ്യുന്നത്, നേരത്തെയൊക്കെ ഡിസ്പോസ് ചെയ്തുകൊണ്ടിരുന്നത് ചില ഓപ്പൺ ഡമ്പുകളിലാണ്. വെറുതെ തുറസായ സ്ഥലങ്ങളിൽ, ആൾക്കാർ താമസമൊന്നും ഇല്ലാത്ത ഓപ്പൺ ഏരിയാസിൽ കൊണ്ടുപോയി ഇത് ഡംപ് ചെയ്യും. അതല്ലെങ്കിൽ നമ്മളൊരു കുഴിയെടുത്തിട്ട് അതിൽ ബെറി ചെയ്യും. അപ്പോൾ അങ്ങനെയൊക്കെ ആയിരുന്നു അതിൻ്റെ. അല്ലെങ്കിൽ കുറേ എണ്ണം ബേൺ ചെയ്ത് കളയും, കത്തിക്കാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ കത്തിച്ച് കളയും. പക്ഷേ ഇതിനെല്ലാം ഇതിൻ്റേതായ പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. ഇപ്പോൾ കത്തിക്കുകയാണെങ്കിൽ ഇതിനകത്തെ പല എലമെൻസും എക്സ്പ്ലോഡ് ചെയ്യാൻ ചാൻസ് ഉള്ള എലമെൻസാണ്. അപ്പോൾ അത് ഒത്തിരിയേറെ എക്സ്പ്ലോഷന് കാരണമാകുന്നു. പല മെറ്റീരിയൽസും സോൾഡറിങ് ചെയ്തിട്ടാണ് വരുന്നത്. അപ്പോൾ പ്ലാസ്റ്റിക് കമ്പോണൻസ് കാണും. അപ്പോൾ അതെല്ലാം തന്നെ ടോക്സിക് ആയിട്ടുള്ള ഫ്യൂംസ് ജനറേറ്റ് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ അത് അറ്റ്മോസ്ഫിയറിനെ പൊല്യൂട്ട് ചെയ്യും. അപ്പം ബേൺ ചെയ്ത് കഴിഞ്ഞാൽ ടോക്സിക് ഫ്യൂംസ് ജനറേറ്റ് ചെയ്യുന്നത് മൂലം അറ്റ്മോസ്ഫിയറിന് പൊല്യൂഷൻ ഉണ്ടാക്കുന്നു. ഇനി ബെറി ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ പല കമ്പോണൻസും ഇംപെറിഷബിളാണ്, നാശം വരാത്തതാണ്. അപ്പം അത് സോയിലിൽ തന്നെ അങ്ങനെ നിലനിൽക്കുന്നത് കൊണ്ട് സോയിലിൻ്റെ ഫെർട്ടിലിറ്റി അത് സാരമായിട്ട് ബാധിക്കും. ഇനി അതല്ല, ഇത് വെറുതെ ഒരിടത്ത് ഡംപ് ചെയ്തിട്ടേക്കാണ് അല്ലെങ്കിൽ ബെറി ചെയ്തിട്ടേക്കാണെങ്കിൽ വെള്ളം വരുന്ന സമയത്തും മഴ വരുന്ന സമയത്തും ഒക്കെ എന്ത് ചെയ്യും, ഇതിൽ നിന്നുള്ള ചില കെമിക്കൽസ്, പർട്ടിക്കുലർലി ഹെവി മെറ്റൽസാണ്, അത് ലീച്ച് ചെയ്ത് ഈ കമ്പോണൻസിൽ നിന്നുമൊക്കെ പുറത്തിറങ്ങും. അപ്പോൾ മെർക്കുറി, കാഡ്മിയം പോലെയുള്ള ഒത്തിരി ഹെവി മെറ്റൽസ് ഈ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളിലെല്ലാം ഉണ്ട്. അപ്പോൾ അത് ലീച്ച് ചെയ്തിട്ട് അടുത്തുള്ള വാട്ടർ ബോഡീസിനെയൊക്കെ പൊല്യൂട്ട് ചെയ്ത് അക്വാട്ടിക് ലൈഫിനെയും നമ്മളെയൊക്കെ ബാധിക്കും. അപ്പോൾ ഇതൊക്കെയാണ് മേജറായിട്ടും ഈ ഇ-വേസ്റ്റ് ഡിസ്പോസൽ അൺസയൻറ്റിഫിക് ആയിട്ട് ചെയ്താലുള്ള കുഴപ്പം. അപ്പം നമ്മുടെ മേജറായിട്ടുള്ള എക്കോസിസ്റ്റം, അതായത് അറ്റ്മോസ്ഫിയർ, ലിത്തോസ്ഫിയർ ആൻഡ് ഹൈഡ്രോസ്ഫിയർ, ഈ 3 എക്കോസിസ്റ്റത്തിനെ ഇത് സാരമായിട്ട് അഫക്റ്റ് ചെയ്യുന്നുണ്ട്. Okay, so unscientific processing or disposal of this electronic waste may cause serious health and pollution problems, and it can affect or it can cause permanent damage to our atmosphere, lithosphere and hydrosphere. And if we are burning this electronic waste in an open area, then what happens? The toxic gases from this material pollute our atmospheric air, and the components of this e-waste are imperishable. That means it can remain for a longer period without any damage, and they can cause threat to the fertility of the soil, and the toxic materials, especially the heavy metals that is leaching out from these electronic instruments, they get released into the rivers, lakes, ocean and other water bodies, and they can cause serious threat to the aquatic life there. Next is e-waste management. Electronic waste
can cause widespread environmental damage due to the use of the toxic materials in the manufacture of ഇലക്ട്രോണിക് ഗുഡ്സ്. അപ്പോൾ ഇലക്ട്രോണിക് ഗുഡ്സിൽ ഒത്തിരിയേറെ ടോക്സിക് മെറ്റീരിയൽസ് ഉള്ളത് കൊണ്ട് തന്നെ അതിന് വൈഡ് സ്പ്രെഡായിട്ടുള്ള എൻവയോൺമെൻറ്റൽ ഡാമേജ് ഉണ്ടാക്കാനുള്ള കഴിവുണ്ട്. അപ്പോൾ അതിനകത്ത് കൂടുതലായിട്ടും നമ്മൾ നേരത്തെ പറഞ്ഞ ഹെവി മെറ്റൽസുകൾ ഒത്തിരിയേറെ ഉണ്ട്. ഹസാഡസ് മെറ്റീരിയൽസ് ആയിട്ടുള്ള ലെഡ്, മെർക്കുറി, ക്രോമിയം പോലെയുള്ള മെറ്റീരിയൽസ് അതിൻ്റെ CRT, അതായത് കാഥോഡ് റേ ട്യൂബിലും പ്രിൻറ്റഡ് ബോർഡ് അസംബ്ലിയിലും കപ്പാസിറ്ററിലും മെർക്കുറി സ്വിച്ചസിലും ബാറ്ററീസിലും ലിക്വിഡ് ക്രിസ്റ്റൽ ഡിസ്പ്ലേയിലും കാട്രിഡ്ജിലും ഫോട്ടോ കോപ്പിയിങ് മെഷീനിലെ സെലീനിയം ഡ്രംസിലും അതുപോലെ ഇലക്ട്രോലൈറ്റുകളിലും ഒക്കെ പ്രസൻ്റ് ആണ്. അപ്പം മെയിനായിട്ടുള്ളത് ലെഡ്, മെർക്കുറി, ക്രോമിയം പോലെയുള്ള ഹെവി മെറ്റൽസ് ആണ്. അപ്പം ഇത്രയേറെ കമ്പോണൻസുകളിൽ ഇങ്ങനെയുള്ള ഹെവി മെറ്റൽസ് പ്രസൻ്റ് ആയതുകൊണ്ട് തന്നെ അത് ഒത്തിരിയേറെ ടോക്സിക് മെറ്റീരിയൽസിനെ എൻവയോൺമെൻറ്റിലേക്ക് റിലീസ് ചെയ്യും. അപ്പം അങ്ങനെ സാധാരണ നമ്മൾ ഡിസ്പോസ് ചെയ്യുന്ന പോലെ ഓപ്പൺ ഡംസ് ആയിട്ടോ അല്ലെങ്കിൽ ബേൺ ചെയ്തോ ഒന്നും നമുക്ക് ഡിസ്പോസ് ചെയ്യുന്നത് സയൻറ്റിഫിക് അല്ല. അതുകൊണ്ട് നമ്മൾ ഈ പറഞ്ഞ ഏതെങ്കിലുമൊക്കെ മെത്തേഡ്സിലാണ് സാധാരണഗതിയിൽ ഡിസ്പോസ് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ ലാൻഡ് ഫില്ലിംഗ്, ഓപ്പൺ ഡംപിങ് തന്നെയാണ് ഈ ലാൻഡ് ഫില്ലിംഗ് എന്ന് പറയുന്നത്. അതിനകത്ത് നമ്മൾ സോയിലൂടെ ഇട്ട് അതൊരു ബെറിയിങ് ഫോമിലേക്ക് ആക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എല്ലാ മെത്തേഡിനും അതിൻ്റേതായ ചെറിയ ചെറിയ ലിമിറ്റേഷൻസും ഉണ്ട്. അപ്പം നമുക്ക് ഈ 4 മെത്തേഡ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ലാൻഡ് ഫില്ലിംഗ്, ഇൻസിനറേഷൻ, റീസൈക്ലിംഗ് ആൻഡ് റീയൂസ്. അപ്പോൾ ഇതാണ് നമ്മൾ വേസ്റ്റ് മാനേജ്മെൻറ്റിന് സാധാരണഗതിയിൽ അഡോപ്റ്റ് ചെയ്ത് വരുന്ന മെത്തേഡ്സ്. ലാൻഡ് ഫില്ലിംഗ്, ഇൻസിനറേഷൻ, റീസൈക്ലിംഗ് ആൻഡ് റീയൂസ്. Landfilling. Landfilling is one of the most widely used method for the disposal of e-waste. അപ്പോൾ വേസ്റ്റിൻ്റെ ഡിസ്പോസലിൽ ഏറ്റവും വൈഡ്ലി യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഈ ലാൻഡ് ഫില്ലിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ലാൻഡ് ഫില്ലിങ്ങിൽ ട്രെഞ്ചസ് ഉണ്ടാക്കും. അതായത് ഫ്ലാറ്റ് സർഫസുകളിൽ ഇടയ്ക്കിടയ്ക്കായിട്ട് കുഴികളുണ്ടാക്കും. ആ കുഴിക്കകത്തോട്ട് എന്ത് ചെയ്യും, ഈ വേസ്റ്റുകൾ ഡിസ്പോസ് ചെയ്യും. ഡിസ്പോസ് ചെയ്തിട്ട് നല്ല കട്ടിക്ക് സോയിൽ കൊണ്ട് അതിനെ കവർ ചെയ്യും. അപ്പം കുഴികളുണ്ടാക്കി, ട്രഞ്ചസ് ഉണ്ടാക്കി അതിലേക്ക് ഈ വേസ്റ്റ് ഡിസ്പോസ് ചെയ്തതിന് ശേഷം തിക്ക് ലെയർ ഓഫ് സോയിൽ അതിൻ്റെ മണ്ടയ്ക്ക് അപ്ലൈ ചെയ്യുന്ന ആ രീതിയാണ് നമ്മൾ ലാൻഡ് ഫില്ലിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഇപ്പം സെക്യൂർ ലാൻഡ് ഫില്ലിംഗ് ടെക്നിക്സിൽ നമ്മൾ ഈ ഒരു കുഴിയിൽ ഒരു കവറിങ് പോലെ പ്ലാസ്റ്റിക് കൊണ്ടോ ക്ലേ കൊണ്ടോ ഒരു കവറിങ് ഉണ്ടാക്കുന്നുണ്ട്. ആ കവറിങ് ഉണ്ടാക്കിയതിന് ശേഷം നമ്മൾ കോൺക്രീറ്റ് ടാങ്ക് ഉണ്ടാക്കത്തില്ല, അതുപോലെ പ്ലാസ്റ്റിക്കോ ക്ലേ കൊണ്ടോ ഒരു കവറിങ് ഈ കുഴിയിൽ ഉണ്ടാക്കിയതിന് ശേഷമാണ് അതിലേക്ക് ഈ വേസ്റ്റ് ഡിസ്പോസ് ചെയ്യുന്നത്. അപ്പം ഒത്തിരിയേറെ ലീച്ചേറ്റ് വേസ്റ്റുകൾ പുറത്തോട്ട് പോകുന്നത് അത് പ്രിവെൻറ്റ് ചെയ്യുന്നു. അപ്പോൾ ലീച്ചേറ്റ് എല്ലാം തന്നെ അതിൻ്റെ ബേസിനിൽ വന്ന് കളക്ട് ചെയ്ത് പിന്നീട് ആ ലീച്ചേറ്റിനെ നമുക്ക് വേസ്റ്റ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റിലേക്ക് പ്രോസസ്സിങ്ങിന് വേണ്ടി കൊടുക്കാനായിട്ട് ഈ ഒരു പ്രോസസ്സ് മൂലം സാധ്യമാകുന്നു. അങ്ങനെ ഉള്ള ലാൻഡ് ഫില്ലിങ് ഇപ്പോൾ അവൈലബിൾ ആണ്. അതിനെയാണ് നമ്മൾ സാനിറ്ററി ലാൻഡ് ഫിൽ അല്ലെങ്കിൽ സെക്യൂർ ലാൻഡ് ഫിൽ എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ സെക്യൂർ ലാൻഡ് ഫില്ലിൻ്റെ പ്രത്യേകത ഈ ഒരു ട്രെഞ്ചസ് ഉണ്ടാക്കുന്നതിനകത്തിൽ പ്ലാസ്റ്റിക് കൊണ്ടോ അല്ലെങ്കിൽ ക്ലേ കൊണ്ടോ ഉള്ള ഒരു ലെയർ കൂട്ട് ചെയ്തിട്ട് ആ ലെയറിനകത്ത് വന്നിട്ട് എന്ത് ചെയ്യുന്നു, ഇതിൽ നിന്ന് വരുന്ന ലീച്ച് ചെയ്ത് വരുന്ന ഹെവി മെറ്റൽസിൻ്റെയൊക്കെ സൊല്യൂഷൻസ് അതിൽ വന്ന് കിടക്കുന്നു. പിന്നീട് അതിനെ വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റിലേക്ക് കൊടുത്തിട്ട് അതിൽ നിന്ന് ഹെവി മെറ്റൽസ് എല്ലാം സെഗ്രിഗേറ്റ് ചെയ്ത് മാറ്റുന്നു. അപ്പോൾ ആ ഒരു രീതിയാണ് നമ്മൾ സെക്യൂർ അല്ലെങ്കിൽ സാനിറ്ററി ലാൻഡ് ഫില്ലിംഗ് എന്ന് പറയുന്നത്. അപ്പം ലാൻഡ് ഫില്ലിംഗ് ഇറ്റ് ഈസ് ദ മോസ്റ്റ് വൈഡ്ലി യൂസ്ഡ് മെത്തേഡ് ഫോർ ദ ഡിസ്പോസൽ ഓഫ് ദ വേസ്റ്റ് ആൻഡ് ഹിയർ trenches are made on flat surfaces and the waste material is dumped into the trenches and then it is covered with a thick layer of soil. And in modern secure landfill or sanitary landfill, then impervious lining made up of plastic or clay is coated and then the leachate will collect at the base of that and then it is transferred to a water treatment plant for further processing. ഓക്കെ, ഇനി ഈ ലാൻഡ് ഫില്ലിങ്ങിന് അതിൻ്റേതായ ഡ്രോബാക്കുകളുണ്ട്, അതിൻ്റേതായ പരിമിതികളുണ്ട്. അപ്പോൾ ഇതൊരു സേഫർ മെത്തേഡല്ല. ഇങ്ങനെ എല്ലായിടത്തും ഈ ട്രെഞ്ചസിനകത്തിൽ ഇതുപോലെയുള്ള ഒരു പ്ലാസ്റ്റിക് കോട്ടിങ് ഉണ്ടാവണം എന്നില്ല. അപ്പം തീർച്ചയായിട്ടും എന്ത് പറ്റും, സോയിലിലേക്ക് ഈ ഹെവി മെറ്റൽസിൻ്റെയൊക്കെ ഒഴുക്കുണ്ടാവും. അപ്പോൾ ആ ഹെവി മെറ്റൽസ് മൊത്തം ചുറ്റുപാടുമുള്ള സോയിലിനെ മൊത്തം പൊല്യൂട്ട് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. മെയിനായിട്ടും കാഡ്മിയം, അതുപോലെ മെർക്കുറി, ലെഡൊക്കെ ഭയങ്കര ടോക്സിക് ആയിട്ടുള്ള ലീച്ചേറ്റാണ്. അത് പോയിസണിങ്ങിന് ഇപ്പോൾ ലെഡ് സോയിലിൽ കടന്നു കഴിഞ്ഞാൽ അത് ക്രോപ്സിനും അതുപോലെ തന്നെ സോയിൽ ഓർഗാനിസത്തിനും എല്ലാം തന്നെ ഹൈലി ഹാംഫുള്ളാണ്. അതുപോലെ തന്നെയാണ് മെർക്കുറിയും കാഡ്മിയം എല്ലാം ക്യാൻസറസ് ആയിട്ടുള്ള ഹെവി മെറ്റൽസാണ്.
അപ്പോൾ ഇതെല്ലാം എല്ലാ ലൈഫ് ഫോംസിനെയും ഒരുപോലെ ത്രെറ്റനിങ് ആയിട്ടുള്ള എന്താണ് ഹെവി മെറ്റൽസ് ആണ്. അപ്പോൾ അവ എയറിനെയും സോയിലിനെയും വാട്ടറിനെയും എല്ലാം പൊല്യൂട്ട് ചെയ്യാനായിട്ട് കാരണമാകുന്നു. അതുപോലെ ഈ വേസ്റ്റുകൾ ഇങ്ങനെ സോയിലാണ് ഡംപ് ചെയ്തേക്കുന്നതെങ്കിലും എക്സ്പ്ലോഡ് ചെയ്യുന്ന പല എലമെൻസും അതിനകത്തുള്ളത് കൊണ്ട് പെട്ടെന്ന് തീ പിടിക്കാനുള്ള ചാൻസും അതുപോലെ തന്നെ ടോക്സിക് ഫ്യൂംസ് ജനറേറ്റ് ചെയ്യാനുള്ള ചാൻസും ഒക്കെ ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത്ര ഒരു സേഫർ മെത്തേഡായിട്ട് നമുക്കിതിനെ പറയാനായിട്ട് പറ്റത്തില്ല. പിന്നെ ഇത് പല സബ്സ്റ്റൻസുകൾ, അതായത് വോളറ്റൈൽ ആയിട്ടുള്ള നോൺ ബയോഡിഗ്രേഡബിൾ ആയിട്ടുള്ള പെർസിസ്റ്റൻറ്റ് പൊല്യൂട്ടൻ്റ് ആയിട്ടുള്ള സബ്സ്റ്റൻസുകളെ ഒന്നും ഡിസ്പോസ് ചെയ്യാനൊരു സേഫർ മെത്തേഡേ അല്ല ഇത്. അപ്പം ബയോളജിക്കലി ഡീഗ്രേഡബിൾ അല്ലാത്ത സബ്സ്റ്റൻസുകളുണ്ട്, അതായത് പ്ലാസ്റ്റിക് പോലെ ഒരിക്കലും ലിവിങ് ഓർഗാനിസത്തിന് ഡീഗ്രേഡ് ചെയ്യാൻ പറ്റാത്ത സബ്സ്റ്റൻസുകളെ ഒന്നും ഡിസ്പോസ് ചെയ്യാൻ ലാൻഡ് ഫില്ലിംഗ് നല്ലൊരു രീതിയല്ല. അതുപോലെ വോളറ്റൈൽ എന്ന് പറയുമ്പോൾ എന്താണ്, പെട്ടെന്ന് തന്നെ വേപ്പറൈസ് ചെയ്യുന്ന എലമെൻറ്റ്സ്. അപ്പം സോയിലിനടിയിലാണെങ്കിലും അത് വേപ്പറൈസ് ചെയ്ത് അറ്റ്മോസ്ഫിയറിലേക്ക് മിക്സ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ പെർസിസ്റ്റൻറ്റ് പൊല്യൂട്ടൻ്റ് ആയിട്ടുള്ള ക്ലോറിനേറ്റഡ് ബൈഫിനൈൽസ് പോലെയുള്ള എലമെൻറ്റ്സ് ഒന്നും തന്നെ ഈ ഒരു മെത്തേഡ് വഴി ഡിസ്പോസ് ചെയ്യുന്നത് സേഫ് അല്ല. കാരണം അത് അവിടെ തന്നെ ആ സോയിലിൽ തന്നെ എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും അതേപടി നിലനിൽക്കും. അപ്പം അതൊക്കെയാണ് ലാൻഡ് ഫില്ലിങ്ങിൻ്റെ മേജർ ഡ്രോബാക്സ് എന്ന് പറയുന്നത്. അപ്പം ലാൻഡ് ഫില്ലിംഗ് ഇറ്റ് ഈസ് നോട്ട് എ സേഫർ മെത്തേഡ്. ഇറ്റ് ക്യാൻ കോസ് ദ ലീച്ചിങ് ഓഫ് ഹെവി മെറ്റൽസ് എസ്പെഷ്യലി മെർക്കുറി, കാഡ്മിയം, lead etc. to the surrounding environment, and it is also prone to uncontrolled fires because of the presence of so many explosive elements which can release toxic fumes into the atmosphere, and it does not appear to be environmentally sound treatment method for substances like volatile substances, non-biodegradable substances, and persistent organic compounds like polychlorinated biphenyls. The second method is incineration. Incineration എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് കമ്പസ്റ്റൻ പ്രോസസ്സാണ്. അത് കൺട്രോൾഡ് ആയിട്ടുള്ള ഒരു എൻവയോൺമെൻറ്റിൽ കൺട്രോൾഡ് ടെമ്പറേച്ചർ കൊടുത്തിട്ട് നമ്മൾ സബ്സ്റ്റൻസുകളെ നമ്മൾ ബേൺ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഇൻസിനറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഹൈ ടെമ്പറേച്ചറാണ് കൊടുക്കുന്നത്. ടെമ്പറേച്ചർ എന്ന് പറയുന്നത് യൂഷ്വലി ഇറ്റ് ഈസ് അറൗണ്ട് 900 to 1000 degrees Celsius. അപ്പം ഈ ഇൻസിനറേഷന് ചില അഡ്വാൻറ്റേജസ് ഉണ്ട്. കാരണം ബൾക്കായിട്ടുള്ള ഇലക്ട്രോണിക് വേസ്റ്റുകളെ നമുക്ക് അതിൻ്റെ വോളിയം കുറച്ച് വളരെ കുറച്ച് വേസ്റ്റായിട്ട് കൺവേർട്ട് ചെയ്യാം. വേസ്റ്റ് എന്ന് പറയുമ്പോൾ യൂഷ്വലി ഇറ്റ് ഈസ് ഇൻ ദ ഫോം ഓഫ് ആഷും അതുപോലെ ഗ്യാസായിട്ടുമാണ് ഇൻസിനറേറ്ററിൽ നിന്ന് വേസ്റ്റ് പുറത്തേക്ക് പോകുന്നത്. അപ്പം കുറച്ച് ബൾക്കായിട്ടിരുന്ന സാധനത്തിന് അതിൻ്റെ വോളിയം റെഡ്യൂസ് ചെയ്തിട്ട് കുറച്ച് ആഷസ് ആയിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ വോളിയം റിഡക്ഷൻ ഓഫ് ദ വേസ്റ്റ്, അതാണ് ഫസ്റ്റ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ ലാർജ് ഹീറ്റ് കൊടുത്ത് ഇതിനെ കമ്പസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇതിൽ നിന്ന് നമുക്ക് ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് എനർജി കിട്ടും. ഹീറ്റ് എനർജി കിട്ടും, അതായത് തെർമൽ എനർജി ഉണ്ട്, പിന്നെ ലൈറ്റ് എനർജി ഉണ്ട്, ചില സമയത്ത് സൗണ്ട് എനർജി ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള എനർജീസിനെ നമുക്ക് ട്രാപ്പ് ചെയ്തിട്ട് അതിൽ നിന്നും മറ്റ് യൂസബിൾ ഫോംസ് ഓഫ് എനർജി നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഇലക്ട്രിസിറ്റി പോലെ നമുക്ക് പ്രയോജനമുള്ള മറ്റ് എനർജി ഫോംസിലേക്ക് ഈ കമ്പസ്റ്റബിൾ എനർജിയെ കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇത് രണ്ടും എൻ്റെ മേജർ അഡ്വാൻറ്റേജസ് ആണ്. പിന്നെ ഹസാഡസ് ആയിട്ടുള്ള പല ഓർഗാനിക് സബ്സ്റ്റൻസിനെയും കമ്പാരിറ്റീവ്ലി ലെസ് ഹസാഡസ് ആയിട്ടുള്ള കോമ്പൗണ്ട്സ് ആയിട്ട് ഇൻസിനറേഷൻ വഴി കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇൻസിനറേഷൻ ഇറ്റ് ഈസ് എ കൺട്രോൾഡ് ആൻഡ് കംപ്ലീറ്റ് കമ്പസ്റ്റൻ പ്രോസസ് ഇൻ വിച്ച് ദ വേസ്റ്റ് മെറ്റീരിയൽ ഈസ് ബേൺഡ് ഇൻ എ സ്പെഷ്യലി ഡിസൈൻഡ് ഇൻസിനറേറ്റർ അറ്റ് ഹൈ ടെമ്പറേച്ചർ അറൌണ്ട് 900 to 1000 degrees Celsius. Advantages of incineration of e-waste include the reduction in the waste volume, then utilization of the energy content of the combustible material, and some hazardous organic substance can be converted to less hazardous compounds. ഇനി മറ്റെല്ലാ പ്രോസസ്സിനെ പോലെ ഈ ഇൻസിനറേഷനും അതിൻ്റേതായ ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. ഫസ്റ്റ് ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ലാർജ് എമൗണ്ട് ഓഫ് ഫ്യൂംസ് ഇതിൽ നിന്ന് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ടോക്സിക് ആയിട്ടുള്ള ഒത്തിരി മെറ്റീരിയൽസ് ആ ഫ്യൂംസിൽ കാണാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം പാർട്ടിക്കുലേറ്റ് ആയിട്ടുള്ള ഒത്തിരി എലമെൻറ്റ്സ് ഈ ഒരു ഫ്ലൂ ഗ്യാസ് ക്ലീനിങ്ങിൻ്റെ ഭാഗമായിട്ട് ഈ ഒരു ഇൻസിനറേറ്ററിൽ നിന്നും പുറത്തേക്ക് എസ്കേപ്പ് ചെയ്ത് പോകാനുള്ള ചാൻസ് ഉണ്ട്. ഒത്തിരിയേറെ റെസിഡ്യൂവൽ ഗ്യാസസ് ഇതിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാൻ ഉള്ള ചാൻസ് കൂടുതലാണ്. അപ്പം അതുകൊണ്ട് തന്നെ ടോക്സിക് ആയിട്ടുള്ള ഗ്യാസ് ഫോർമേഷൻ എയറിനെ പൊല്യൂട്ട് ചെയ്യാനുള്ള ചാൻസ് ഇൻസിനറേഷനിൽ വളരെ കൂടുതലാണ്. മറ്റൊരെണ്ണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ കൂടുതലും പോകുന്നത് കാഡ്മിയം, മെർക്കുറി പോലെയുള്ള ഹെവി മെറ്റൽസാണ്. അപ്പോൾ ഹെവി മെറ്റൽസിൻ്റെ എമിഷൻസ് ഇൻസിനറേറ്ററിൽ വളരെ കൂടുതലായിട്ട് കാണപ്പെടുന്നുണ്ട്.
അപ്പോൾ ഹെവി മെറ്റൽസ് റിമൂവ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ നമ്മൾ ഈ ഇലക്ട്രോണിക് വേസ്റ്റിൽ നിന്ന് ഹെവി മെറ്റൽസ് റിമൂവ് ചെയ്യാണ്ടാണ് അത് കമ്പസ്റ്റ് ചെയ്യുന്നതെങ്കിൽ ഹെവി മെറ്റൽസ് ഫ്യൂംസുകൾ അറ്റ്മോസ്ഫിയറിൽ മിക്സ് ചെയ്യാനുള്ള ചാൻസും അത് വഴി അത് എയർ പൊല്യൂട്ട് ചെയ്യാനുള്ള ചാൻസും ഇൻസിനറേഷനിൽ വളരെ കൂടുതലാണ്. അപ്പം ഈ ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റ്സ് കത്തുമ്പോൾ അതിൽ നിന്നും പുറത്തേക്ക് പോകുന്ന ആ ഫ്യൂംസിൽ എത്രത്തോളം ടോക്സിക് എലമെൻറ്റ്സ് ഉള്ളതൊക്കെ ആ ഒരു നമ്മുടെ എസ്റ്റിമേഷനും ബിയോണ്ടാണ്. അതുകൊണ്ട് തന്നെ അതിൽ നിന്നും ഉണ്ടാകുന്ന എഫക്ട്സും അതുപോലെ തന്നെ ഹൈലി ഡേഞ്ചറസ് ആണ്. അപ്പം ഇതാണ് ഈ ഒരു ഇൻസിനറേഷൻ എന്നുള്ള പ്രോസസ്സ് കൊണ്ടുള്ള മെയിൻ ഡിസഡ്വാൻറ്റേജസ്. അപ്പോൾ ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് ഇതിൻ്റെ ടോക്സിക് ഫ്യൂംസുമായിട്ട് റിലേറ്റ് ചെയ്തതാണ്. അപ്പം ഇതിൻ്റെ ഓരോ പ്രോസസ്സുകൾ ഇതിൽ നിന്നും എസ്കേപ്പ് ചെയ്യുന്ന ഗ്യാസുകൾ വളരെ വൻതോതിലുള്ള ഗ്യാസുകളാണ്. എമിഷൻ ഓഫ് ദ സബ്സ്റ്റൻസ്, escaping flue gas cleaning and the large amount of residues from gas cleaning and combustion. That is the major drawback. ഒത്തിരിയേറെ ഗ്യാസുകൾ ഇതിൽ നിന്ന് പല സ്റ്റേജസിലായിട്ട് എമിറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പം ഫ്ലൂ ഗ്യാസ് ക്ലീനിങ് എന്ന് പറഞ്ഞാൽ പാർട്ടിക്കുലേറ്റ് എലമെൻസിൻ്റെ ഒരു ഇതിനെയാണ് ഫ്ലൂ ഗ്യാസ് ക്ലീനിങ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു പ്രോസസ്സ് ഒരു ഒത്തിരിയേറെ പാർട്ടിക്കുലേറ്റ് ആയിട്ടുള്ള സസ്പെൻഡഡ് ആയിട്ടുള്ള ഡസ്റ്റ് പോലെയുള്ള മെറ്റീരിയൽസ് ഇതിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. അതുപോലെ തന്നെ പല ടോക്സിക് ഗ്യാസുകളും എസ്പെഷ്യലി ഹെവി മെറ്റൽസിൻ്റെ എന്താണ് പ്രസൻസ് ഇതിൽ നിന്നുള്ള എമിഷൻസിൽ കൂടുതലായിട്ട് കാണപ്പെടുന്നുണ്ട്. അപ്പം ഇത് എത്രത്തോളം എൻവയോൺമെൻറ്റിൽ ഡേഞ്ചറസ് ആണെന്നുള്ളത് നമ്മുടെ എസ്റ്റിമേഷനും ചിലപ്പോൾ ബിയോണ്ട് ആയിരിക്കും. വെൻ ദ ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റ്സ് ആർ ബേൺ ദേ റിലീസ് അബണ്ടൻറ്റ് ഫ്യൂംസ് വിച്ച് ആർ ഡേഞ്ചറസ് ഫോർ ദ എൻവയോൺമെൻറ്റ് വേ ബിയോണ്ട് അവർ എസ്റ്റിമേഷൻ. അപ്പോൾ ഇതാണ് ഇൻസിനറേഷൻ കൊണ്ടുള്ള മേജർ ഡിസഡ്വാൻറ്റേജസ്. അടുത്തതെന്ന് പറയുന്നത് നെക്സ്റ്റ് പ്രോസസ് ഈസ് റീസൈക്ലിംഗ്. റീസൈക്ലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ വേസ്റ്റിൽ നിന്നും യൂസ്ഫുൾ ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ പ്രോഡക്റ്റ്സ് ഉണ്ടെങ്കിൽ അതിനെ എടുക്കുക, അതിനെ നമുക്ക് വേണമെങ്കിൽ പിന്നീട് പല കാര്യത്തിനും വേണ്ടി റീയൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പം മെനി പ്രോഡക്ട്സ് ക്യാൻ ബി റീസൈക്കിൾഡ്. അതിൽ ഇലക്ട്രോണിക് വേസ്റ്റിലെ തന്നെ CRT, കീബോർഡ്, ലാപ്ടോപ്സ്, മോഡം, ടെലിഫോൺ, ഹാർഡ്വെയർസ്, ഫ്ലോപ്പി ഡ്രൈവ്സ്, മൊബൈൽ ഫോൺസ്, ഫാക്സ് മെഷീൻസ്, പ്രിൻറ്റേഴ്സ്, CPU, മെമ്മറി ചിപ്പ് കണക്റ്റിംഗ് വയേഴ്സ് ആൻഡ് കേബിൾസ് ക്യാൻ ബി റീസൈക്കിൾഡ്. അപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങളും നമുക്ക് ഇലക്ട്രോണിക് വേസ്റ്റിൽ നിന്ന് റീസൈക്കിൾ ചെയ്ത് എടുക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പോൾ റീസൈക്ലിങ്ങിലെ ഫസ്റ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത് ഡിസ്മാൻഡ്ലിംഗ് ആണ്. ഡിസ്മാൻഡ്ലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇലക്ട്രോണിക് വേസ്റ്റിലെ പല പല പാർട്സിനെ നമ്മൾ അടിച്ചു മാറ്റിയിട്ട് സെപ്പറേറ്റ് ചെയ്യുന്നു. ഡേഞ്ചറസ് ആയിട്ടുള്ള സബ്സ്റ്റൻസുകൾ, അതായത് ഹെവി മെറ്റൽസിനെയൊക്കെ അതിൽ നിന്ന് റിമൂവ് ചെയ്യുന്നു. പ്ലാസ്റ്റിക് പോലെയുള്ള നോൺ ബയോഡീഗ്രേഡബിൾ ആയിട്ടുള്ള സബ്സ്റ്റൻസുകൾ, ഹൈലി പോയിസണസ് ആയിട്ടുള്ള CRT ട്യൂബ്സ്, അതെല്ലാം നമ്മൾ അതിൽ നിന്ന് എടുക്കുന്നു. അതുപോലെ ഫെറസ് ആൻഡ് നോൺ ഫെറസ് മെറ്റൽസിനെയൊക്കെ സെഗ്രിഗേറ്റ് ചെയ്ത് മാറ്റുന്നു. അതുപോലെ പ്രിൻറ്റഡ് സർക്യൂട്ട് ബോർഡ്സ്, അപ്പോൾ അതിലൊക്കെ കോപ്പറും ഒക്കെ കാണും. അങ്ങനെയുള്ള പ്രിൻറ്റഡ് സർക്യൂട്ട് ബോർഡുകളെല്ലാം നമ്മൾ തരംതിരിക്കുന്നു. അപ്പം ഡിസ്മാൻഡ്ലിങ്ങിൽ ഓരോ എലമെൻസിനെ അഴിച്ചു മാറ്റിയതിന് ശേഷം നമ്മളതിനെ ഓരോ പല തട്ടുകളായിട്ട് തരംതിരിക്കുന്നു. അപ്പം കുറച്ച് പ്ലാസ്റ്റിക് കമ്പോണൻസ് വരുന്നതിനെല്ലാം സെപ്പറേറ്റ് ചെയ്യുന്നു. ഹെവി മെറ്റൽസ്, അതായത് ഡേഞ്ചറസ് സബ്സ്റ്റൻസ് ഉള്ളതിനെല്ലാം സെപ്പറേറ്റ് ചെയ്യുന്നു. CRTസിനെല്ലാം സെപ്പറേറ്റ് ചെയ്യുന്നു. ഫെറസും നോൺ ഫെറസ് മെറ്റൽ വരുന്നതിനെല്ലാം സെപ്പറേറ്റ് ചെയ്യുന്നു. അതുപോലെ സർക്യൂട്ട് ബോർഡുകൾ വരുന്നതിനെല്ലാം സെപ്പറേറ്റ് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ ഈ പ്രഷ്യസ് ആയിട്ടുള്ള ഏതെങ്കിലും മെറ്റൽസ് ഇതിനകത്തിലുണ്ടെങ്കിൽ ആസിഡ് വെച്ച് ട്രീറ്റ് ചെയ്തിട്ട്, സ്ട്രോങ് ആസിഡ്സ് യൂസ് ചെയ്ത് അതിനെ ട്രീറ്റ് ചെയ്ത് ആ മെറ്റൽസിനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്തെടുത്ത് മാറ്റുന്നു. പിന്നെ ഈ ഒരു റീസൈക്ലിങ്ങിന് ഇന്ത്യയിൽ വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം നമുക്ക് ഇപ്പം ലാൻഡ്സ് അവൈലബിൾ അല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ലാൻഡ് ഫില്ലിംഗ് ഒന്നും ഇന്ത്യയിൽ ഇനി പോസിബിൾ അല്ല. കാരണം ഒത്തിരിയേറെ ലാൻഡ് ഫില്ലുകൾ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആണ്. അതെല്ലാം ഓവർ ഫ്ലോയിങ് ആണ്, ഓവർ ക്രൗഡഡ് വിത്ത് വേസ്റ്റ് ആണ്. അതുകൊണ്ട് എല്ലാം ഓവർഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇനി വേസ്റ്റ് അങ്ങോട്ട് ഡംപ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ പുതിയതായിട്ട് ലാൻഡ് കണ്ടെത്താനും ഇല്ല. അതുകൊണ്ട് തന്നെ റീസൈക്ലിംഗ് നമ്മളെ സംബന്ധിച്ചൊരു പ്രോമിസിങ് ആയിട്ടുള്ള ബെസ്റ്റ് ഓപ്ഷനായിട്ട് നമുക്ക് വേസ്റ്റ് ഡിസ്പോസലിൽ കരുതാവുന്നതാണ്. ഓക്കെ, അപ്പോൾ റീസൈക്ലിങ്ങിൽ നമുക്ക് ഒരുമാതിരി എല്ലാ ഇലക്ട്രോണിക് വേസ്റ്റിലെ എലമെൻസിനെ നമുക്ക് റീസൈക്കിൾ ചെയ്ത് അതിനകത്തിലെ ഡിസ്മാൻഡിൽ ചെയ്ത് കമ്പോണൻസിനെ സെപ്പറേറ്റ് ചെയ്തിട്ട് അതിനകത്തുനിന്ന് പ്രഷ്യസ് ആയിട്ടുള്ള മെറ്റൽസിനെയൊക്കെ ആസിഡ്സ് വെച്ച് ട്രീറ്റ് ചെയ്ത് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. മറ്റുള്ള ഇലക്ട്രോണിക് സർക്യൂട്ടുകളെയും അതുപോലെ പ്ലാസ്റ്റിക് മെറ്റീരിയൽസിനെയും അയൺ കണ്ടെയ്നിങ് മെറ്റൽസിനെ എല്ലാം തന്നെ, അയൺ കണ്ടെയ്നിങ് എലമെൻറ്റ്സ് കമ്പോണൻസിനെ എല്ലാം തന്നെ നമുക്ക് പല തട്ടുകളായിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ട് ഓരോന്നിനെയും നമുക്ക് റീയൂസ് ചെയ്യാവുന്നതാണ്. ദെൻ റീസൈക്ലിങ്ങിൽ നമ്മൾ ഇങ്ങനെ ഓരോ എലമെൻസിനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ട്
അതിനെ നമ്മളൊരു വെറൈറ്റി ഓഫ് മെറ്റീരിയൽസ് നമുക്ക് ഫ്യൂച്ചർ യൂസസിന് വേണ്ടി നമുക്കതിനെ റീസൈക്കിൾ ചെയ്ത് എടുക്കാവുന്നതാണ്. അപ്പം ഇലക്ട്രോണിക് ഡിവൈസുകളിൽ നിന്ന് നമ്മൾ സെഗ്രിഗേറ്റ് ചെയ്ത ഓരോ എലമെൻസിനും ഓരോ പർപ്പസിന് വേണ്ടി നമുക്കതിനെ റീയൂസ് ചെയ്യാനായിട്ട് പറ്റും. അതാണ് ഇതിനുകൊണ്ടുള്ള ഏറ്റവും വലിയൊരു മേന്മ എന്ന് പറഞ്ഞാൽ. പിന്നെ ഒരു മേന്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു തരത്തിലുള്ള പൊല്യൂഷനും ഉണ്ടാക്കുന്നില്ല. അപ്പോൾ എയറിനെയോ വാട്ടറിനെയോ അല്ലെങ്കിൽ നാച്ചുറൽ റിസോഴ്സിനെയോ ഒന്നും തന്നെ ഇത് പൊല്യൂട്ട് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ പൊല്യൂഷൻ ഏറ്റവും കുറഞ്ഞ ഒരു വേസ്റ്റ് മാനേജ്മെൻറ്റ് ടെക്നിക്കായിട്ട് നമുക്ക് ഈ റീസൈക്ലിങ്ങിനെ കരുതാവുന്നതാണ്. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻസ് ഒന്നും തന്നെ ഈ റീസൈക്ലിംഗ് പ്രോസസ്സ് വഴി ഉണ്ടാവുന്നില്ല. അതുകൊണ്ട് തന്നെ ഏറ്റവും എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. അപ്പം അത് മറ്റുള്ള പുതിയ പ്രോഡക്ട്സുകളുടെ മാനുഫാക്ചറിങ്ങിന് മാത്രം വഴി ഒരുക്കുന്ന വേസ്റ്റുകളെ ഭൂമിയിലേക്ക് ഡിസ്പോസ് ചെയ്യാത്തൊരു മെത്തേഡായിട്ട് നമുക്ക് റീസൈക്ലിങ്ങിനെ കാണാൻ പറ്റും. അപ്പോൾ അതിനുവേണ്ടി സെൻട്രൽ പൊല്യൂഷൻ ബോർഡൊക്കെ പ്രത്യേക ഇ വേസ്റ്റ് മാനേജ്മെൻറ്റ് ഗൈഡ് ലൈൻസ് ഇറക്കിയിട്ടുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ എംഫസൈസ് കൊടുത്തിരിക്കുന്നത് ഈ റീസൈക്ലിംഗ് മെത്തേഡ്സിനാണ്. അപ്പോൾ എല്ലാം വാല്യുബിളായിട്ടുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള മെറ്റീരിയൽസും ഈ വേസ്റ്റിൽ നിന്ന് സെഗ്രിഗേറ്റ് ചെയ്ത് ഡിസ്മാൻഡിൽ ചെയ്ത് എടുത്തിട്ട് അതിനെ മറ്റ് പല പർപ്പസിനും റീയൂസ് ചെയ്യണം എന്നാണ് സെൻട്രൽ പൊല്യൂഷൻ ബോർഡ് തന്നേക്കുന്ന ഗൈഡ് ലൈൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഏറ്റവും എഫക്റ്റീവായിട്ടുള്ള ഒരു വേസ്റ്റ് മാനേജ്മെൻറ്റ് ടെക്നിക്കായിട്ട് നമുക്ക് റീസൈക്ലിങ്ങിനെ പറയാനായിട്ട് പറ്റും. ഓക്കെ, അപ്പം അതൊരു മോസ്റ്റ് എഫക്റ്റീവ് സൊല്യൂഷനാണ് ഫോർ ദ ഗ്രോയിങ് വേസ്റ്റ് പ്രോബ്ലം. മോസ്റ്റ് ഇലക്ട്രോണിക് ഡിവൈസ് കണ്ടെയ്ൻ എ വൈഡ് വെറൈറ്റി ഓഫ് മെറ്റീരിയൽസ് ഇൻക്ലൂഡിംഗ് മെറ്റൽസ് ദാറ്റ് ക്യാൻ ബി റിക്കവേർഡ് for future use, and by dismantling and providing reuse possibility in that natural resources are conserved and air and water pollution caused by hazardous disposal can be avoided. Then recycling reduces the amount of greenhouse gas emission caused by the manufacturing of new products. നമ്മളൊരു പ്രോഡക്റ്റ് റീസൈക്കിൾ ചെയ്തെടുക്കുകയാണെങ്കിൽ പുതിയതായിട്ടൊരു പ്രോഡക്റ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആ ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷനെ ഇതുകൊണ്ട് നമുക്ക് തടയാൻ പറ്റുന്നു. ഓക്കെ, അപ്പോൾ അത്രയൊക്കെയാണ് അതിൻ്റെ ബെനിഫിറ്റ്. പിന്നെ ഇതിനുമുണ്ട് ചില ചെറിയ തോതിലുള്ള ഡ്രോബാക്സ്. ഒന്നാമത്തെ ഡ്രോബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ്റ്റ് ഓഫ് റീസൈക്ലിംഗ് ഫ്രം ദ എലമെൻറ്റ് കുഡ് ബി മച്ച് ഹയർ ഇഫ് അപ്രോപ്രിയേറ്റ് ടെക്നോളജീസ് ആർ നോട്ട് യൂസ്ഡ്. നമ്മളൊരു എലമെൻറ്റ് റീസൈക്കിൾ ചെയ്തെടുക്കുമ്പോൾ ചിലപ്പോൾ അത് നമ്മൾ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള മെത്തേഡ് വഴിയല്ല ചെയ്യുന്നതെങ്കിൽ കൂടുതൽ കോസ്റ്റ് നമുക്ക് എക്കണോമിക്കലായിട്ട് ചിലപ്പോൾ നഷ്ടം വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പം കോസ്റ്റ് എഫക്റ്റീവായിട്ടുള്ള മെത്തേഡ് വഴി വേണം നമ്മളെപ്പോഴും ഒരു മെറ്റീരിയലിനെ റീസൈക്കിൾ ചെയ്ത് എടുക്കാനായിട്ട്. പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നവർക്ക് മാസ്ക് ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ഡേഞ്ചറസ് ആയിട്ടുള്ള പോയിസണിങ് കെമിക്കൽസുമായിട്ട് അവർ ഡീൽ ചെയ്യുന്നത് കൊണ്ട് തന്നെ അവർക്ക് ഹെൽത്ത് ഹസാർഡ്സ് ഒക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പം റീസൈക്ലിംഗ് പ്രോസസ്സുമായിട്ട് അത് ഒരു ഒക്യുപ്പേഷനായിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരിൽ ഹെൽത്ത് റിസ്കുകൾ വരാൻ ചാൻസ് ഉണ്ട്. അവർ പ്രോപ്പറായിട്ട് വെൻറ്റിലേറ്റഡ് എൻവയോൺമെൻറ്റിലല്ല, അല്ലെങ്കിൽ നല്ല മാസ്കുകളൊന്നും വെയർ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് അപകടം വരാനുള്ള ചാൻസ് കൂടുതലാണ്. റീസൈക്ലിംഗ് വർക്കേഴ്സ് വർക്കിംഗ് ഇൻ പുവർലി വെൻറ്റിലേറ്റഡ് enclosed areas without mask and technical expertise result in the exposure to dangerous and slow poisoning chemicals. ഓക്കെ, അപ്പോൾ ഇത് രണ്ടുമാണ് അതിൻ്റെ ഡ്രോബാക്ക് എന്ന് പറയുന്നത്. ഇനി ലാസ്റ്റ് എന്ന് പറയുന്നത് റീയൂസ് എന്നുള്ള സ്റ്റെപ്പാണ്. അപ്പോൾ റീയൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഡയറക്റ്റ് സെക്കൻഡ് ഹാൻഡ് യൂസ് ഓർ യൂസ് ആഫ്റ്റർ സ്ലൈറ്റ് മോഡിഫിക്കേഷൻ ടു ദ ഒറിജിനൽ ഫങ്ഷനിങ് എക്യുപ്മെൻറ്റ്. അതായത് റീയൂസ് എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ നമ്മൾ ഡയറക്റ്റായിട്ട് ഒരാളിൽ നിന്നൊരു കമ്പ്യൂട്ടറിന് എന്തെങ്കിലും ഒരു അയാൾ ഔട്ട്ഡേറ്റഡ് അയാൾ മാറ്റുവാണെങ്കിൽ അയാളിൽ നിന്നും ആ കമ്പ്യൂട്ടർ നമ്മൾ മേടിച്ചിട്ട് നമ്മളത് യൂസ് ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മൾ അതിന് ചെറിയ ഫങ്ഷണൽ മോഡിഫിക്കേഷൻസ് ഒക്കെ വരുത്തിയിട്ട് അതിന് യൂസ് ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ റീയൂസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് കോമൺലി യൂസ്ഡ് ഫോർ ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റ്സ് ലൈക്ക് കമ്പ്യൂട്ടർ, സെൽഫോൺ എക്സെട്ര. ഇങ്ക് കാർട്രിഡ്ജും നമുക്ക് റീഫിൽ ചെയ്ത് റീയൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം ഇങ്ങനെ ഒരു റീയൂസ് എന്നുള്ള ഒരു പ്രോസസ്സ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഈ വേസ്റ്റ് ജനറേഷൻ ഒത്തിരിയേറെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു, കുറയ്ക്കാനായിട്ട് പറ്റുന്നു. കാരണം നമ്മൾ ഒരു സാധനം ഉപയോഗമില്ലാണ്ട് കളയുന്നില്ല. അത് ഒരാൾ ഉപയോഗിച്ച് അയാൾക്ക് അത് തൃപ്തമല്ലെങ്കിൽ മറ്റൊരാൾക്ക് കൊടുക്കുന്നു. അങ്ങനെ അയാൾ അതിൽ ഒന്നുകിൽ സൈലൈറ്റായിട്ട് മോഡിഫൈ ചെയ്ത് അല്ലെങ്കിൽ അതേപടി തന്നെ അയാൾ ഉപയോഗിക്കുന്നു. അപ്പോൾ ഓരോരുത്തരുടെ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യുന്നത് കൊണ്ട് തന്നെ അവിടെ ഒരു വേസ്റ്റ് ജനറേഷൻ ബൾക്കായിട്ട് ഉണ്ടാവുന്നില്ല. അതുകൊണ്ട് തന്നെ അതൊരു എഫക്റ്റീവായിട്ടുള്ള മെത്തേഡാണ്. പിന്നെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബെറ്റർ ഓപ്ഷൻ ഈസ് ടു അവോയ്ഡ് ദിസ് ജനറേഷൻ. To achieve this by back of old electronic equipment shall be made
മാൻഡേറ്ററി. അതായത് നമുക്ക് ഇപ്പോൾ ഓരോ കമ്പനിക്കാരും നമുക്ക് ഓരോ പ്രോഡക്റ്റ്സ് തരുമ്പോൾ അതിൽ അവർ എൻഷുർ ചെയ്തിരിക്കണം ഈ പ്രോഡക്റ്റ് നമുക്ക് യൂസ്ഫുൾ അല്ല എന്ന് തോന്നുന്ന അവസരത്തിൽ അല്ലെങ്കിൽ ഇതിന് എന്തെങ്കിലും കേടുപാട് സംഭവിച്ചാൽ ഇത് തിരിച്ച് നിങ്ങൾ ഏറ്റെടുത്തോണം എന്നുള്ള ഒരു ഉറപ്പോടു കൂടി വേണം എല്ലാ കമ്പനീസ് എല്ലാം ഓരോ പ്രോഡക്ട്സ് കസ്റ്റമേഴ്സിന് കൊടുക്കാൻ. അപ്പോൾ ലാർജ് കമ്പനീസ് അത് വിൽക്കുന്ന സമയത്ത് തന്നെ അങ്ങനെ ഒരു ഒരു ഉറപ്പിന്മേൽ വേണം കസ്റ്റമേഴ്സിന് ഓരോ പ്രോഡക്ട്സും കൊടുക്കാൻ. അപ്പോൾ ഇത് കേടാവുന്ന മുറയ്ക്ക് കസ്റ്റമേഴ്സിൽ നിന്ന് ഇത് കമ്പനി തന്നെ തിരിച്ച് വാങ്ങിയിട്ട് എന്തോ ചെയ്യണം, ഒന്നുകിൽ അത് അവർ ശരിയാക്കി എടുക്കണം. അവരുടെ പ്രോഡക്റ്റ് തന്നെ ആകുമ്പോൾ അവർക്കത് റീസൈക്കിൾ ചെയ്യാനോ റീയൂസ് ചെയ്യാനോ എളുപ്പമാണ്. അല്ലെങ്കിൽ അവർക്കത് റീയൂസ് ചെയ്യുന്ന ആ ഒരു അവസ്ഥയിലല്ല എന്നുണ്ടെങ്കിൽ അവരതിനെ പ്രോപ്പറായിട്ട് എന്ത് ചെയ്യണം, അതിൻ്റെ ആ ഒരു വേസ്റ്റ് ഡിസ്പോസലിന് വേണ്ട ടെക്നിക്സ് അവർ തന്നെ എൻഷുർ ചെയ്യണം. അതാണ് ഈ റീയൂസിനകത്തിൽ ഇപ്പോൾ കൊണ്ടുവന്നേക്കുന്ന ഒരു പുതിയ എഫേർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ റീയൂസ് എന്ന് പറയുമ്പോൾ ഡയറക്റ്റ് സെക്കൻഡ് ഹാൻഡ് യൂസ് ഓർ യൂസ് ആഫ്റ്റർ സ്ലൈറ്റ് മോഡിഫിക്കേഷൻ. വേരിയസ് എക്യുപ്മെൻറ്റ്സ് ലൈക്ക് കമ്പ്യൂട്ടർ, സെൽ ഫോൺ, ഇങ്ക് കാർട്രിഡ്ജ് എക്സെട്ര ക്യാൻ ബി റീയൂസ്ഡ്. Then large companies should purchase the used equipment back from the customers and ensure proper treatment and disposal of the e-waste by authorized process. And this can reduce the way of generating e-waste to a greater extent. സോ ഇത്രയാണ് നമുക്ക് ഈ വേസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ ഡിസ്പോസലുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. സോ താങ്ക് യു.